ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് തംബ്നെയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന്. മെത്തേഡ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ. അതിൽ ഇമ്പോർട്ടൻ്റ് വണ്ണാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ അഥവാ ലോ ഓഫ് അട്രാക്ഷൻ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്ക്സ് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. ദി സീക്രട്ട് ഫസ്റ്റ് വൺ. പിന്നെ ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് ഈ രണ്ട് ബുക്സും ഒരുപാട് ബുക്സ് ഉണ്ട്, അത് ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞുതരാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് ബുക്സ് അതിൻ്റെ ഏകദേശം ഒരു ബേസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പം നമുക്ക് നമ്മുടെ മാറ്ററിലേക്ക് വരാം. ഫസ്റ്റ് വൺ, മെത്തേഡ്സ് ഓഫ് മാനിഫെസ്റ്റേഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് സ്ക്രിപ്റ്റിങ്. ആൻഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ടൂളാണ് മാനിഫെസ്റ്റേഷനിൽ. മൈക്കിൾ ജാക്സൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ പോകണമെന്ന് ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരുന്നു, അദ്ദേഹം എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് പോയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൻഡ് ഏതൊക്കെ പേരിൽ സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ സ്റ്റീവ് ഹാർവിയുടെ ഷോയിൽ പറയുന്നുണ്ട് മീൻസ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക നമ്മുടെ വിഷസ്. അദ്ദേഹം പറയുന്നത് അതിൽ ഒരു 300 വിഷസാണ്. നമ്മൾ 300 വിഷസ് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പം ഒരു ഇയർ തുടങ്ങുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 300 വിഷസ്, ഒരു 75 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റക്കായി പോകും. നമുക്കിനി വിഷസ് ഇല്ലാത്തൊരു ഫീൽ വരും. എന്നാലും പക്ഷെ നമ്മൾ കുറേ നേരം ഇരുന്നാൽ നമുക്ക് 300 വിഷസ് നമുക്ക് ഫുൾ എഴുതാൻ പറ്റും. എന്നിട്ട് അത് നിങ്ങൾക്ക് രാവിലെ മോർണിംഗും നൈറ്റ് നമ്മൾ കിടക്കുന്നതിന് മുന്നേയും നമുക്ക് വായിക്കാൻ പറ്റും. ഇതിൻ്റെ മീൻസ് എന്തുകൊണ്ടാണ് ഈ മോർണിംഗും നൈറ്റും പറയുന്നതെന്ന് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മീൻസ് നമുക്ക് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഏർലി മോർണിംഗ് നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വിഷസ് വായിക്കുക എന്ന് പറയുന്നത്. ആൻഡ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നടക്കും, നമുക്ക് അതിനുള്ള ഇതില്ലല്ലോ, കഴിവില്ലല്ലോ, നമുക്ക് അതിനുള്ള ഫണ്ടില്ലല്ലോ, അതെങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കോൺഫ്ലിക്റ്റ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കും. അതാണ് പല കാര്യങ്ങളും നടക്കാത്തത്. നമുക്ക് വിശ്വാസം വേണം, ഫെയ്ത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം വേണം. ആ വിശ്വാസത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. പിന്നെയുള്ളതാണ് വിഷൻ ബോർഡ് നമുക്കറിയാം. വിഷൻ ബോർഡ് വേണ്ടത് നമ്മൾ എന്നും കാണുന്ന സ്ഥലത്ത് വേണം വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ. ഒന്നുകിൽ നമുക്ക് നമ്മുടെ റൂമിലായിരിക്കണം, നമ്മൾ എന്നും നമ്മളെന്നും കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് നിങ്ങൾക്കൊരു ബോർഡിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ വാൾപേപ്പറായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷസ് നിങ്ങൾക്ക് വിഷൻ ബോർഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് നമ്മളെപ്പോഴും കാണുകയും അത് നമ്മൾ കിട്ടിയെന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളതിലേക്ക് അറിയാണ്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ. ആൻഡ് ഇതിലൊക്കെ ഏറ്റവും ഉപരിയായിട്ട് നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഭവം. നിങ്ങൾ പേളിമാണീൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കും. പേളിമാണീൻ്റെ ചില വീഡിയോസിൽ പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് നടക്കാത്ത സംഭവങ്ങൾ, ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് നൽകിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് അത് ഓൾറെഡി അത് നമുക്ക് കിട്ടി എന്നുള്ളൊരു ഫീലിലാണ് മുന്നോട്ട് പോകുന്നത്. സോ അത് നമുക്ക് കിട്ടിയിരിക്കും, ഷുവറായിട്ട് അത് നമ്മുടെ ലൈഫിലേക്ക് വന്നിരിക്കും. ആൻഡ് ഇതിനൊക്കെ പുറമെ നമ്മുടെ മൈൻഡിൽ ഒരിക്കലും അസൂയ എന്ന് പറയുന്നൊരു സംഭവം, എൻവി, അതൊന്നും പാടില്ല. ആൻഡ് അതുപോലെ തന്നെ വെറുപ്പോ ആരോടും അങ്ങനെയൊന്നും പാടില്ല. നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. നമുക്ക് നമ്മളോട് ചിലപ്പോൾ മോശമായിട്ട് പെരുമാറിയവരോട് എപ്പോഴും ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എനിക്ക് നമ്മൾ ഡ്രീം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരാൻ, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരാൻ ബ്ലോക്കേജ് ആയിട്ടിരിക്കും. സോ നമ്മളെപ്പോഴും ക്ലിയർ മൈൻഡായിട്ടാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പ്രതികാരം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വേഴ്സിൽ ഒരുപാട് പറയുന്നുണ്ട്. സോ നമ്മളൊരിക്കലും അങ്ങനൊരു വൈരാഗ്യത്തോടെയോ അഥവാ ഒരാൾ സക്സസ് ആവുന്നതോ അസൂയയോടെയോ ഒരിക്കലും നമ്മുടെ ലൈഫിൽ അതൊരിക്കലും പാടില്ല. മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. ആൻഡ് നമ്മളെപ്പോഴും പോസിറ്റീവായിരിക്കുക. നമ്മൾ പരമാവധി നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് പവർ പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയും. നമുക്ക് നമ്മുടെ ചുറ്റും നമ്മൾ
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി വരും. ഓക്കെ, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അന്നേരം അതൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല. നമുക്കതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവർ പറയുന്നതിന് നമ്മുടെ മൈൻഡിലേക്ക് എടുത്താലാണ് നമുക്ക് അത് ഒരു നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ജീവിതത്തിൽ അത് ദോഷമായിട്ട് ബാധിക്കും. സോ നമുക്കതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റണം. അതൊരിക്കലും നമ്മുടെ ലൈഫിലേക്ക് വരില്ല. നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ മൈൻഡിൽ പോസിറ്റീവ് അഫർമേഷൻ ഉണ്ടാവണം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിലൊരു എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.